ഉച്ചയ്ക്ക് നല്ല ഉറക്കം ഉറങ്ങിയോണ്ട് പാത്രം എല്ലാം നിറഞ്ഞിരിക്കും അല്ലേ? അതെ, നല്ല മഴയാണ്. പതിവില്ലാതെ ഉച്ചയ്ക്ക് അത് അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. കാരണം ഉറങ്ങാറില്ലെന്നല്ല, പക്ഷെ ഇതേപോലെ ഡീപ്പായിട്ട് ഉറങ്ങി. കാരണം പാത്രം പോലും കഴുകാതെ പോയി കിടക്കുകയാണ് ചെയ്തത് കേട്ടോ. എല്ലാം നിരന്നിരിക്കുകയാണ്. ഇന്ന് നല്ല പണിയുണ്ട്. തേങ്ങ വേണത് വേണ്ട, നമുക്ക് കുറച്ച് കട്ടൻ വെക്കാം. മഴയൊക്കെ അല്ലേ, കട്ടൻ ചായ ബെസ്റ്റ്. കൂട്ടത്തിൽ കുറച്ച് അവലും കൂടെ നനയ്ക്കാം, പൊളിക്കൂലേ? ചേട്ടാ അപ്പോൾ അതാ അവിടെ നിറഞ്ഞു കിടക്കുന്ന പാത്രങ്ങളെല്ലാം കൂടെ കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ ചേട്ടായി പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കി മിടുക്കൻ. ഉരുളക്കിഴങ്ങ് നമ്മളിന്ന് വൈകിട്ട് എന്താ ഉണ്ടാക്കണേന്ന് ഉണ്ടാകുമ്പോൾ കാണിക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പുഴുങ്ങാൻ വേണ്ടി അപ്പം ഞാൻ എന്താ അവലുണ്ടാക്കി. അവൽ നനച്ചു. എന്താ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചില്ല, അവൻ ട്യൂഷന് പോയേക്കാണ്. അവൻ വരുമ്പോഴേക്കും അവനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെതാ നമ്മുടെ അവലുണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെ ഞങ്ങൾ കഴിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടരം കൂടെ ഒരുമിച്ച് ഒരു കപ്പിലെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് അമ്മയ്ക്കുള്ളതാണ്, ഒന്നില്ല. മധുരം ഉണ്ടാകുന്നേ. ചായ കൂടി കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ പരിപാടി? പൂസാണോ? പൂസാണോ? ആവും. അതേപോലെ തുറക്കമല്ല ഉച്ചക്ക് കിടന്നുറങ്ങിയത്. എപ്പോഴാണ് 2 മണി എങ്ങാണ്ട് ആയപ്പോൾ കിടന്നതാണ്. 1:30 ആയപ്പോൾ കിടന്നു. ഞങ്ങൾ എണീറ്റപ്പോൾ 4 മണി, 4:15 എഴുന്നേറ്റ് വന്നത്. അയ്യോ ഭയങ്കര ക്ഷീണം. അത് കാരണം ഒരു റിലേ കിട്ടാത്ത അവസ്ഥ. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇത് ബുദ്ധിമുട്ടല്ല. കുക്കറടിച്ചു. ചായ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്ത് നമുക്ക് പള്ളിയിലൊന്ന് പോകണം. അപ്പം നാളെ എൻ്റെ വല്യമ്മയുടെ 41ാമത്തെ മരിച്ചിട്ട് 41 ദിവസമായതാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോയി പള്ളിയിലൊക്കെ പോകേണ്ടതാണ്. അപ്പം അതിന് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവിടുത്തെ പള്ളിയിൽ പോയിട്ട് അച്ഛൻ്റെ കയ്യിൽ നാളെ കുർബാനയൊക്കെ ചെല്ലിക്കാനുള്ള പൈസയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് കുഞ്ഞിനെ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് കൂട്ടുകയും ചെയ്യാം. അപ്പം ആ ഒരു ലക്ഷ്യത്തിൽ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണേ. ഇതാണ് ഞങ്ങളുടെ പള്ളിയുടെ ഇടവക പള്ളി. ഇതാണ് അച്ഛൻ്റെ ഓഫീസ്. അപ്പം അച്ഛനെ കണ്ടു, പൈസയൊക്കെ കൊടുത്തു നാളെ കുർബാന ചെല്ലിക്കാൻ. ഇതാണ് ഞങ്ങളുടെ പള്ളി കേട്ടോ. ഞങ്ങളുടെ പള്ളി വെള്ളാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചാണ് ഞങ്ങളുടെ പള്ളി. അതായത് കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാൽ എന്നാന്ന് പറയുന്നത്? കരുവഞ്ചാൽ വഴി വെള്ളാട് പള്ളി, അങ്ങനെ പറയാം അല്ലേ? ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം. ഇതാണ് നമ്മുടെ പള്ളിവക സ്കൂള് കേട്ടോ, വെള്ളാട് പള്ളിവക സ്കൂള്. അങ്ങനെ ഇതാണ് ചെറുക്കൻ്റെ ട്യൂഷൻ ക്ലാസ് വരുന്നുണ്ട്. കാണാം, പഠിച്ച് കഷ്ടപ്പെട്ട് വരുന്ന വരവാന്ന് തോന്നുന്നു കണ്ടിട്ട്. പഠിച്ചു കഴിഞ്ഞാ? അല്ലടാ, മലയാളം വായിച്ചോണ്ട് നിൽക്കുമല്ലായിരുന്നില്ല, ഇരിക്കുവായിരുന്നല്ലോ ഞങ്ങൾ കണ്ടപ്പോൾ. ഞാൻ കുറച്ച് മുമ്പ് ഏറ്റു നടന്നായിരുന്നു. അതിക്കോട്ടെ, ഇതിനൊക്കെ ഞാൻ എന്താണ് മറുപടി കൊടുക്കേണ്ടത് ഗൂയിസ്? ഞാനിപ്പം വൈകിട്ടത്തേക്കുള്ള പൂരി ഉണ്ടാക്കാനായിട്ട് കുഴച്ചോണ്ടിരിക്കുകയാണ്. ചേട്ടാ ഇതാ അടുപ്പിൽ തീ പിടിപ്പിക്കാനുള്ള കഷ്ടപ്പാട്. കഴിച്ചു. കഷ്ടപ്പാടാണ് മക്കളെ, ജീവിതം കഷ്ടപ്പാടാണ്. കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞിട്ട് ബുദ്ധിമുട്ടായി അല്ലേ? എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളും ജീവിക്കാനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട്. ഞാനിപ്പോ ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുക, കുഴഞ്ഞു വീണങ്ങ് പോയി തീർന്നില്ലേ? നല്ലൊരു വീഡിയോ ഉണ്ടല്ലേ, ഒരു മനുഷ്യ പാവം പ്രസംഗിച്ചോണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്ക് ചുമ്മാ കുഴഞ്ഞു മരിച്ചു പോയി. പക്ഷെ അത് നല്ല മരണമാണ്. ഒരു വേദന അറിയുന്നില്ല, ഒന്നും അറിയണില്ല അല്ലേ? എനിക്കിപ്പോ അത്ര പെട്ടെന്ന് പോകാൻ ഉദ്ദേശമില്ല. എനിക്ക് അങ്ങനെ മരിക്കണം. എനിക്കിപ്പോ ഞാൻ മരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്. അതൊക്കെ ഒരുപാടുണ്ട്. രണ്ടാമതിപ്പം കല്യാണം കഴിക്കണം, നീ കൊണ്ടേ കെട്ടിക്കൂടും, നീ സമ്മതിക്കൂല. പിന്നെന്നാ നിനക്ക് വയ്യാതെ വരുമ്പോ നീ പറഞ്ഞത്
മീഡിയക്ക് മുമ്പിൽ ഒരു ലൈഫും അല്ലാതെ വേറെ ലൈഫും ആയിരിക്കും. അതൊന്നുമല്ല, നീ ഇന്നാൾ വയ്യാതെ വന്നപ്പോ കെട്ടിക്കോളാൻ പറഞ്ഞല്ലേ. ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് വെച്ചിട്ടല്ല. എന്റെ ചെറുത്താനോട് ഇടത്തും വലത്തും കർത്താവ് രണ്ട് കിടന്നത് ഞാനും കിടക്കേണ്ട വരുമല്ലോ. നിങ്ങൾ വേറെ കെട്ടിയിരുന്നു, ഞാൻ രക്ഷപ്പെട്ടെ. എനിക്ക് പറ്റിയ ഏതെങ്കിലും നല്ല ചുള്ളം ചെക്കന്മാരെ കെട്ട്. എന്നെ സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സവാളൊക്കെ അറിയുന്ന അപ്പൊ നമ്മുടെ കൺമണിക്ക് വേണ്ടിയിട്ട് ചേട്ടാ ഇച്ചിരി പുല്ല് എത്തുവാണേ. നമ്മുടെ താഴത്തെ പറമ്പിൽ ഇത് കണ്ട, നമ്മൾ ഇന്നാള് നട്ട ചേനയായി ഇത്. വീഡിയോ ഓർക്കുന്നില്ലേ ചേന നട്ടത്? ഉണ്ട് ഗൈസ്, ഇതാണ് നമ്മുടെ ചേന. ആ ചേനയൊക്കെ ഞാൻ നട്ടതാണ്. ചേട്ടൻ നട്ട ചേന ഇന്ത്യ ദേ നിൽക്കണം. അപ്പുറത്തേക്ക് നമ്മുടെ മറ്റേ ചേനയൊക്കെ അപ്പുറത്തേക്ക് നിൽപ്പണ്ടേ. നമ്മുടെ അടയ്ക്കാമര ആദ്യമായിട്ട് കായ്ച്ചതാണ് ഇത്. അടയ്ക്ക ഇപ്പുറത്തേൽ പൂവുണ്ടായിട്ടുണ്ട്, പിടിക്കുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ കൺമണിക്ക് അത്യാവശ്യത്തിനുള്ള പുല്ലായി. നമുക്ക് പോയേക്കാം. അടുത്ത മഴ വരുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് നമുക്ക് വീട്ടിൽ കയറണം. തീ പിടിപ്പിക്കാനായിട്ട് വന്ന് വലിയ കാര്യത്തിനിട്ട് ഇളക്കിയതാണ് കേട്ടോ. കയ്യിൽ തീ വിറകിൻ്റെ തീ സാധനം പൊന്തിയിരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. കുത്തി കയറിയേ ഭയങ്കര വേദന. അത് കുത്തി കയറിയെന്ന് എൻ്റെ അകത്ത്. അതുകൊണ്ടൊരു കട്ടുകഴപ്പ് പണ്ടാരം. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു കാര്യമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തീ കത്തിച്ചു. സമ്മതിച്ചു, മിടുക്കൻ. അപ്പം ഗൈസ്, ഇതാണ് അമ്മയും മോനും തീ പിടിച്ച് അടുപ്പിൽ കിടന്ന് കത്തുകയാണ്. ഇതാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ചട്ടി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം തന്നെ തീ കത്തിക്കോളും കേട്ടോ. വേഗം കത്തും. അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളു. ഇതാണ് പൂരി മസാല, കഴിച്ചോളൂ. അപ്പം നമ്മൾ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രഷറിൽ വെച്ച് ഇറക്കണ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അയ്യോ, ഞാൻ കടന്നാണ് അവനത് പ്രസ് ചെയ്യുന്നത്. കണ്ടോ, ആനൊന്നും പ്രസ് ചെയ്താൽ നല്ലതായിട്ട് വരുമോ? ആ, സമ്മതിച്ചു. കൊള്ളാം. അങ്ങനെ സൂപ്പറായി. ചേട്ടായിയുടെ ബാജിക്കറി ഉണ്ടാക്കാൻ പോകുന്നു. ചേട്ടായിയുടെ വക, അതെ, ചേട്ടായിയുടെ വക ബാജിക്കറി, ഞങ്ങളുടെ വക പൂരി. ഇതാ കറിവേപ്പില. ഇവിടെ എന്തോ ഡബയ്ക്കകത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏട്ടാ. ഇവിടെ ഉണ്ട് ഇതാ കറിവേപ്പില. പച്ചമുളക് എവിടെ എടുത്ത് വെച്ചു? വേണ്ടിരിക്കുന്ന പച്ചമുളക് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറി ഉണ്ടാക്കിയാ മതി ഇനി നിങ്ങൾ. ആ, അപ്പൊ നമ്മൾ ഒരു സൈഡില് ബാജിക്കറി, അടുത്ത സൈഡില് പൂരി. ഇതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ആദ്യം ഉണ്ടാക്കി കഴിയും. എന്റെ കയ്യില് എണ്ണയും തിളച്ച എണ്ണയും ഞാനോട് കൊച്ചിന്റെ അകത്ത് വീഴും, അത്രേ ഉള്ളൂ. അതിനുള്ള അളവുകൾ ഞാൻ അവര് പറഞ്ഞു കൊടുക്കുന്നത്. ഇതില് മുക്കി ഞാനിങ്ങനെ വെക്കും. നിങ്ങൾക്ക് അറിയണ്ടേ മഴ കുടകുട മഴ വന്നാൽ കോപ്പിക്കൂട വീട്ടിൽ കൂടാ. മഴയായത് കാരണം നമ്മൾ അങ്ങനെ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? അപ്പൊ നമ്മുടെ ബാജിക്കറിക്കുള്ള ഉണ്ടാ സവോള വഴന്ന് നല്ലോണം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് പൊടി കൂടി അങ്ങിട്ട് നന്നായിട്ട് മിക്സാക്കി. അമ്മ മോനോട് ഇപ്പൊ ഇത് തിന്നാൻ പറ്റുമായിരിക്കുവേ. ബാജി മസാല റെസിപ്പി സൂപ്പറാണേ ചേട്ടായേ. ഞാനേ രാവിലെ നാരങ്ങ കഴിഞ്ഞ വാങ്ങിയില്ലേ, അത് ആവി കയറ്റി വെച്ചിട്ട് നമുക്ക് അച്ചാർ ഇട്ടാലോ? അച്ചാറിട്ടില്ലെങ്കിൽ കേടായി പോകും. നാളെ ആകുമ്പോഴത്തേക്ക് അത് കേടായി പോയാലോ? അച്ചാർ പൊടി എന്തോരം എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഏട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം ചെയ്യാം. പെട്ടെന്ന് ഉള്ളിലേക്ക് ഇതാക്കാം. അച്ചാറ് നമ്മളിങ്ങനെ
പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആവി കയറ്റി. അച്ചാറല്ല, നാരങ്ങ. ഛേ എന്തുവല്ല അച്ചാറിടാൻ പോവാന്ന് പറയാൻ വന്നാ ഓക്കെ. നമ്മളെ അച്ചാറിടാൻ വേണ്ടിയിട്ട് നാരങ്ങതാ ഇങ്ങനെ പുഴുങ്ങി ആവി കയറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അച്ചാറിടാൻ പോകുമ്പോൾ ചെറുക്കൻ ഇവിടെ ഇരുന്ന് പഠിത്തമാണ്. എന്താടാ പഠിക്കുന്നു. എന്തുവാടാ എഴുതിയേക്കണേ? നല്ല ഹാൻഡ് റൈറ്റിങ് കണ്ടില്ലേ? നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ആയിട്ടിരുന്ന് പഠിക്കുവാണ്. പഠിക്കും. ഞാൻ അതിൻ്റെ ചോദിക്കും, അത് മര്യാദയ്ക്ക് എഴുതി കാണുകയും വേണം എനിക്ക്, കേട്ടല്ലോ. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പച്ചരി ഒരു 6-7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അരച്ച് ആദ്യം തന്നെ ഒന്ന് കപ്പി കാച്ചിയെടുക്കാം. കപ്പി കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കപ്പ് എന്നാണ് പറഞ്ഞത്, കപ്പല്ല സുഹൃത്തുക്കളെ, കപ്പിയാണ്. കപ്പി കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല മധുരക്കള്ള് വാങ്ങിക്കൊണ്ടുവന്നതുണ്ട്. അതെ, അപ്പം കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കള്ള ഒഴിച്ചാണ് നമ്മുടെ ഇന്നത്തെ അല്ല നാളത്തെ അപ്പം. അപ്പത്തിന് കപ്പ് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോയി ഫാനിൻ്റെ അടിയിലോട്ട് വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ബാക്കി അരയ്ക്കുമ്പോഴേക്കും ഇത് നല്ല ചൂടാറി വരും. അതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്കത് അരച്ചെടുത്താൽ മതി. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇരിക്കും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇത് കപ്പ് കാച്ചി വെച്ചത്. അച്ഛൻ വേണ്ട ഇവിടെ അച്ചാർ വേണ്ട കടുകൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുന്നു. വേണ്ട കരിയാപ്പില. കടുക് പൊട്ടിയില്ല. പൊട്ടടാ കടുകേ എന്ന്. മമ്മ ഇതാ അപ്പത്തിന് വേണ്ടി തേങ്ങ ചേർണ്ടുന്നുണ്ട് അല്ലേ മമ്മി? അതെ മോനെ. ഉലുവ ഇട്ടു. കടുക് പൊട്ടിയില്ലാന്നേ. കടുക് പൊട്ടിയിട്ടില്ല. കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ അരച്ചുകൊണ്ടിരിക്കേണ്ട വെള്ളത്തിന് പകരം നമ്മൾ കള്ള് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പം അച്ചാറ് അവസാന പണിപ്പുരിയിലാണ്. അച്ചാർ കൂടി കിട്ടല്ലേ? എല്ലാം കിട്ടി. ഇനി മറ്റേ നാരങ്ങയും കൂടി ഇട്ടാൽ മതിയല്ലോ. ഇവിടെ നിന്ന് പാത്രം മൊത്തം കഴുകി വെക്കുന്നുണ്ട്. ഞാൻ അപ്പത്തിന് അരയ്ക്കണു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഓരോ പണികളും ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം ഞാൻ 2 പൂരി എടുത്തു. മതി. അപ്പം നമ്മുടെ ഡിന്നർ ഇതാണ്. സാധാരണ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ രാത്രിയാണ് കുറച്ച് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടായി ആ സമയത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടുതലും രാത്രി സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബേക്കറിയും ചേട്ടായിയുടെ ഫുഡ്, കൊച്ചിൻ്റെ ഫുഡൊക്കെ കഴിച്ചു. നിറഞ്ഞു. ഇച്ചിരി നേരം TV ഒക്കെ കണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം കുളിക്കണം, അത് കഴിഞ്ഞ് കിടന്നുറങ്ങണം. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദിയുണ്ട്. എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോകൾ കാണാം. ബൈ ബൈ.